എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്പോൺസറുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും ഫാമിലിയായിട്ട് സ്പോൺസറുടെ വീട്ടിൽ പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് നിസ്വലുള്ള ഇസ്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് മസ്കറ്റ് ബോഷറിലാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 11 മണിയോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 11 മണി ആയിട്ടുള്ളെങ്കിൽ നല്ല ചൂടുണ്ട്. ഇത്തവണത്തെ ചൂട് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഷെൽ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെയുള്ള ചേട്ടൻ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് തരികയാണ്. ഈ ചൂട് സമയത്ത് ഫ്യൂല് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇന്നലെ ഈവനിങ് എനിക്ക് സമയം കിട്ടിയില്ല ഫില്ല് ചെയ്യാൻ. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഫില്ല് ചെയ്യാതെയും പറ്റില്ല. അങ്ങ് വരെ പോകാനുള്ള ഫ്യൂലും വണ്ടിയിലില്ല. കാരണം ഏകദേശം ഒരു 142 കിലോമീറ്ററോളം യാത്രയുണ്ട് ഓൺ സൈഡ് തന്നെ. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എന്തായാലും ഫില്ല് ചെയ്യുമ്പം കൂടുതൽ ഫില്ല് ചെയ്യാം, പിന്നെ വേറെ വഴിക്കെങ്ങും ഫില്ല് ചെയ്യാൻ കയറണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ ഇസ്കിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു ഇസ്കിയിലെത്തി. ഇനി ഇവിടെ നമുക്ക് സിനാവ് റൂട്ടിലേക്ക് തിരിഞ്ഞിട്ട് കലാത്തവമീർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെയാണ് അർബാബിൻ്റെ സ്ഥലം. ഇവിടെ അർബാബ് എന്ന് പറയുന്നത് നമ്മുടെ സ്പോൺസറിനെയാണ് അർബാബ് എന്ന് പറയുന്നത്. ഈദ് ഹോളിഡേയ്സിൽ സ്പോൺസർ അവരൊക്കെ ബിസി ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഇതിൽ. അപ്പോൾ ആ സമയത്ത് പുള്ളിയെ കാണാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ വിളിച്ചിട്ട് പറഞ്ഞു സാറ്റർഡേ മോർണിംഗ് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. മോർണിംഗ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഏകദേശം ഇപ്പോൾ 12 മണി കഴിഞ്ഞു, 12:30 ഒമാൻ്റെ ഇൻറ്റീരിയറിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കുറേയധികം മഴകൾ ഈ ചൂട് സമയത്തും കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വാദിയൊക്കെ ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞൊരു നദിയുടെ ഫീലുണ്ട്. പക്ഷേ റോഡൊക്കെ ഏകദേശം മഴ വെള്ളം വന്ന് ഡാമേജായി. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇപ്പോഴും റിപ്പയർ ചെയ്യാതിരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല എന്താ പറയുക, നല്ല തെളിഞ്ഞ വെള്ളവും നമ്മുടെ നാടിൻ്റെ പോലെയൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ സ്പോൺസറുടെ വീട്ടിലോട്ട് പോകാൻ തിരിച്ചു, അല്ലെങ്കിൽ ലേറ്റാവും. അപ്പോൾ തന്നെ ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ്. മഴ കാരണം റോഡെല്ലാം മോശമാണ്. മസ്കറ്റിൽ ഇത്രയും മഴ ലഭിക്കുന്നില്ല. ഇവിടെ ഈ ഇൻറ്റീരിയർ ഭാഗങ്ങളിലാണ് ഏകദേശം മഴ കൂടുതലുള്ളത്. പണ്ട് ഞാൻ ഇവിടെ ഒരു 10 വർഷം മുൻപുള്ള കാലത്തിൽ ഞാനിവിടെ ഇവിടെ ഇസ്കിയിലുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇത്ര മഴ കിട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ സ്പോൺസറുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ഷോപ്പുകൾ കെട്ടം എല്ലാം പുള്ളിക്കാരൻ്റെയാണ്. നമ്മുടെ മസ്കറ്റിലെ ഷോപ്പുകൾ കണക്കല്ല, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പുറകുവശത്തായിട്ട് നമ്മുടെ ഇടത് സൈഡിൽ അങ്ങനെ പുള്ളിയുടെ വീട് നമുക്ക് കാണാം. ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു 12:45 അർബാബിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അതിൽ കാണുന്നതാണ് അർബാബിൻ്റെ വീട്. അർബാബ് പള്ളിയിൽ നിസ്കരിക്കാൻ പോയെന്ന് തോന്നുന്നു. അർബാബ് വരുമ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ ഒരു ഏകദേശം 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്പോൺസർ എത്തി. സ്പോൺസർ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം മഴക്കോൾ കാണുന്നുണ്ട്. നല്ല മഴക്കോൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പോൺസറുടെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ സ്പോൺസർ. എൻ്റെ സ്പോൺസറുടെ പേര് സുബൈർ എന്നാണ്. പുള്ളിയാണ് 10 വർഷമായിട്ട് എൻ്റെ സ്പോൺസർ. പുള്ളിക്കാരൻ എൻ്റെ അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ പുള്ളിക്കാരനെ പരിചയമുണ്ട്. പുള്ളി നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ എത്തി. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒമാനി വീട്ടിലെ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഡൈനിങ് റൂമും പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ഡൈനിങ് റൂമുമാണ്. പക്ഷേ ഇന്ന് അധികം ഗസ്റ്റുകൾ ആരുമില്ല. ഞാനും എൻ്റെ വൈഫും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡൈനിങ് റൂമിൽ ഞാനും എൻ്റെ വൈഫും കുഞ്ഞും ഫുഡ് കഴിക്കും. അപ്പം മറ്റ് ഡൈനിങ് റൂമിൽ സ്പോൺസറും ഫാമിലിയും അവരും അവിടെ പോയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ.
അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കരുതും എന്താണ് സ്പോൺസറുടെ വീട്ടിൽ വന്നിട്ട് സ്പോൺസറുടെ ആരെയും കാണുന്നില്ല, നിങ്ങൾ 3 പേര് സ്വന്തമായിട്ടിരുന്ന് ആഹാരം കഴിക്കുന്നതെന്ന്. കാരണം വൈഫിന് അപ്പോൾ അവരുടെ ഫാമിലിയുടെ കൂടെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ വൈഫിന് ഒന്ന് സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ, അറബിക്കൊന്നും അറിയില്ല. അതുകൊണ്ട് സ്പോൺസർ പറഞ്ഞ് ഞങ്ങളൊരു അപ്പുറത്തിരിക്കാം, നിങ്ങൾ ഫുള്ള് ഫാമിലി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്പോൺസറുടെ മകൾ വന്നു. അപ്പോൾ മകളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വൈഫ് നിർബന്ധിക്കുകയാണ്. ഞാൻ ഒരുപാട് കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരി വന്നത് ഇഷാനോട് ഫുഡ് കഴിക്കണ്ട, എൻ്റെ കൂടെ വാ എന്ന് പറയാനാണ്. ഇഷാൻ്റെ പ്ലേറ്റൊക്കെ വാങ്ങിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. ഇഷാൻ പക്ഷേ ഫുഡ് കഴിക്കുകയും വേണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ കാണാം പെട്ടെന്നൊരു മഴ വന്നു. മസ്കറ്റിൽ നല്ല ചൂടാണെന്നറിയാം. ആ സമയത്ത് ഇവിടെ നല്ല മഴ പെയ്യുകയാണ്. ഇത് സ്പോൺസറുടെ വീട്ടിലുള്ള ഒരു കിളിക്കൂടാണ്, വലിയ ഒരു കിളിക്കൂടാണ്. ഇതിനകത്ത് ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുണ്ട്, ആമയുണ്ട്. നേരത്തെ ഇവിടെ എന്താ പറയുക, കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ കിളിക്കൂടുണ്ടാക്കി. അപ്പോൾ സ്പോൺസറുടെ മകൻ പറഞ്ഞു, പോകാം നമുക്ക് ഉള്ളിൽ പോകാം, അകത്ത് പോയി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. കണ്ടോ ലവ് ബേർഡ്സൊക്കെ കണ്ടോ, ആവശ്യം പോലെ ലവ് ബേർഡ്സും ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഇത് കണ്ടോ, 4 ആമയുണ്ട് ഇതിനകത്ത്. രണ്ട് ആമകളുടെ വെള്ളത്തിൽ കിടക്കുമ്പോൾ 2 പേരിങ്ങനെ കരയ്ക്ക് വെള്ളമില്ലാത്ത ഭാഗത്ത് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് ഫാൻസി പ്രാവുകളാണ്, കണ്ടോ, ഫാൻസി ആയിട്ടുള്ള. ഇതിനപ്പുറത്ത് കുറച്ച് കോഴികളുമുണ്ട്, കണ്ടോ, കുറച്ച് കോഴികൾ, നാടൻ കോഴികൾ. നല്ല മഴക്കോള് വരുന്നുണ്ട്. വീണ്ടും മഴ പെയ്യുമോയെന്ന് അറിയില്ല. എന്തായാലും ഫുള്ള് നല്ല മഴക്കോള് കയറി വരികയാണ്. ഈശാൻ വളരെ ഹാപ്പിയാണ്. അവിടെയൊക്കെ ഓടിക്കളിക്കാനൊക്കെ ആവശ്യം പോലെ സ്ഥലം കിട്ടിയ ത്രില്ലാണ് പുള്ളിക്കാരൻ. അങ്ങനെ പോകുന്നതിന് മുമ്പ് സ്പോൺസറുടെയും മക്കളുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് കരുതി. പക്ഷേ ഇവരിന്ന് തന്നെ തിരിച്ച് മസ്കറ്റിൽ ഇവരെ ഫാമിലി ഫുള്ള് വരുന്നുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പലരും പല വഴിക്കായതുകൊണ്ട് ലേറ്റാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രം നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു പുള്ളിയായിട്ട്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസം, അല്ലെങ്കിൽ കുറച്ച് സമയം സ്പോൺസർ എടുത്ത് ചിലവാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. എല്ലാവരും ഞങ്ങളോട് വളരെ സന്തോഷകരമായിട്ട് യാത്രയാക്കി. ഇനിയും സമയമൊക്കെ ഉള്ളപ്പോൾ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് അടുത്ത് പോകുന്നത് സ്പോൺസറുടെ ഒരു ഫാം തൊട്ടടുത്ത് തന്നെയുണ്ട്, വീടിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ ആ ഒരു ഫാമും കൂടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് വലിയൊരു ഫാമൊന്നുമല്ല, ഒരു ചെറിയ ഫാമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫാമിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നേരെ തൊട്ട് മുന്നിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ ഗേറ്റ് ഫാമിൻ്റെയാണ്. അപ്പോൾ ഫാമിലെ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.